ശാന്തിവിള ദിനേശ് ചേട്ടൻ, ഞാൻ കട്ട ഫാനാണ് ആളുടെ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആളിങ്ങനെ പ്രതികരിക്കുന്ന രീതി, ആൾ ഇൻ്റർവ്യൂ ഒക്കെ നമ്മളെല്ലാവരും ഇത് കാണാറുണ്ട് യൂട്യൂബിലൊക്കെ. ഇപ്പം അടുത്തൊരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞൊരു സംഭവമാണ്, കാലങ്ങൾക്ക് മുമ്പ് ഉണ്ടായ ഒരു സംഭവമാണ്. നമ്മുടെ ഉണ്ണിമുകുന്ദ മേജർ രവിയിൽ ഇടിച്ചിട്ട സംഭവമില്ലേ, ജോഷി സാറിൻ്റെ സെറ്റിൽ വെച്ചായ സംഭവം എന്ന് പറയുന്നത്. ജോഷി സാർ വരെ അറിഞ്ഞിട്ടുണ്ടാവില്ല, ചിലപ്പോൾ സമ്മതിക്കില്ല എന്നൊക്കെ ആൾ പറയുന്നുണ്ട്. അപ്പോൾ അന്ന് മേജർ രവി ഉണ്ണിമുകുന്ദൻ്റെ അടുത്ത് വളരെ മോശമായിട്ട് തെറി വിളിച്ചത്, ഹിന്ദിയിലെ തെറി വിളിച്ച്. ഉണ്ണിമുകുന്ദന് ഹിന്ദി അറിയാതിരിക്കും, ഉണ്ണിമുകുന്ദൻ ജനിച്ചു കൊള്ളുന്ന അങ്ങ് ഗുജറാത്തിലായിരുന്നു. അപ്പോൾ ഹിന്ദി അറിയാം, ഹിന്ദി ആൾ തെറി വിളിച്ചത് കുറച്ച് മോശമായ രീതിയിലാണ്, ഫാമിലി ടച്ചിട്ട് അമ്മയെ ചേർത്തെന്തോ വിളിച്ചെന്നാണ് ആൾ പറയുന്നത്. അപ്പോൾ ആൾ എടുത്തിട്ട് 4 പെരുമാറി, പിന്നെ അത് വമ്പ കേസൊക്കെ ആയി, FQലൊക്കെ കംപ്ലൈൻ്റ് ഒക്കെ കൊടുത്തു. അപ്പോൾ ആളന്ന് എന്താ ഡയറക്ടേഴ്സ് യൂണിയനിലൊക്കെ ഉണ്ട്. അപ്പോൾ ഇടപെട്ട് സംസാരിക്കും, എത്ര ഇടി കിട്ടിയെന്നൊക്കെ വെച്ചിട്ടൊക്കെ ഒന്ന് കംപ്ലൈൻറ്റ് എത്ര. അപ്പോൾ ഈ ചെറിയ ചെക്കനെ ഇടി വായിക്കുന്ന നാണക്കേട് കാര്യങ്ങൾ പറഞ്ഞിട്ട് അയാൾക്ക് ട്രോള് കിട്ടിയെന്നൊക്കെയാണെന്ന് പറയുന്നത്. കാരണം ശരിയാണ്, മേജർ രവിയെ പുറത്തെ ഒരാൾ നിബന്ധന ഇടി വായിക്കേണ്ട കാര്യമുണ്ട്, വെറുതെ എന്തെങ്കിലും തെറി വിളിച്ച് അത് വീട്ടിലെ ഫാമിലി മെമ്പേഴ്സിനൊക്കെ വിളിക്കുമ്പോൾ രക്തം എന്തായാലും ശരിയില്ല. അതിൽ സത്യത്ര മാത്രം അറിയില്ല. ശാന്തിവിള ദിനേശ് ചേട്ടൻ പറയുന്ന ഒരു സംഭവമാണ്. അപ്പോൾ മേജർ രവിക്കെതിരെ ഒരു വലിയൊരു ആരോപണം ഇപ്പോൾ 2 ദിവസം മുമ്പാണ് ഒരു യൂട്യൂബ് ചാനലിലെ ഇൻ്റർവ്യൂവിൽ ഞാൻ അത് വായിച്ചത് കണ്ടത്. അപ്പോൾ അതിനുശേഷം ആൾ പറയുന്നൊരു സംഭവമുണ്ട്. പിന്നെ ഇവർ എല്ലാവരും ഇടപെട്ട് എല്ലാം കോംപ്രമൈസായി. ഇപ്പം അടുത്ത് ഉണ്ണിമുകുന്ദൻ മാനേജറായിട്ടൊരു ഇഷ്യൂ നടന്നല്ലോ. ആ സമയത്ത് ആൾ മാനേജറിൻ്റെ ഒപ്പം മറുകണ്ഠ ചാടി, ഇത്ര മാനേജറിൻ്റെ ഒപ്പം നിന്നിട്ട് വീണ്ടും ഉണ്ണിമുകുന്ദനെ ട്രോളാനുള്ള കാര്യങ്ങൾ കുറ്റപ്പെടുത്താനൊക്കെ ശ്രമിച്ചു. കഴിഞ്ഞാൽ ഏത് സാഹചര്യം വന്നാലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി സംസാരിക്കുമെന്നാണ് നമ്മുടെ മേജർ രവി ചെയ്യുന്നതെന്നാണ് നമ്മുടെ ശാന്തിവിള ദിനേശ് ചേട്ടൻ പറയുന്നത്. അതുപോലെ തന്നെ അന്ന് പിന്നെ ഒരു കോംപ്രമൈസൊക്കെ ആക്കി വിട്ടു. പിന്നെ ഇവര് ഒരു എന്താ പറയുക പറഞ്ഞ എക്സാമ്പിൾ, ഇവർ ചക്കയിച്ച പോലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വിഭാഗക്കാരാണല്ലോ, പക്ഷെ ഇവർ രാഷ്ട്രീയ ഉദ്ദേശിച്ചിട്ടുണ്ടാവതോ, ഒരു വിഭാഗക്കാരാണല്ലോ. അപ്പോൾ അതുകൊണ്ട് പിന്നെ അത് കോംപ്രമൈസായി പോയി എന്നുള്ള രീതിയിലൊക്കെ ആൾ സംസാരിക്കുന്നുണ്ട്. പിന്നെ ആളെടുത്ത് പറഞ്ഞ സംഭവം എന്താ വെച്ചാൽ ഇപ്പോൾ അടുത്തുണ്ടായ വേറെ സംഭവമാണ് എമ്പുരാൻ ഫിലിം കഴിഞ്ഞിറങ്ങി ക്യാമറയ്ക്ക് മുന്നിൽ നിന്നിട്ട് ഇത് പൃഥ്വിരാജിനെ ചെയ്യാൻ പറ്റൂ, ഇന്ദ്രിയത്തിനൊക്കെ മല്ലിക സുമനൊക്കെ പിടിച്ച് കെട്ടിപ്പിടിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര അഭിപ്രായം, ഭയങ്കര ഹൈപ്പൊക്കെ കൊടുത്തിട്ട് ഗംഭീര മൂവി, ഗംഭീര മേക്ക്, ഇന്ത്യ സിനിമയിലെ സംഭവം എന്നൊക്കെ പറഞ്ഞ് പോയിട്ട് ആൾ അപ്പുറത്ത് ചെന്നിട്ട് ഇത് ദേശവിരുദ്ധപ്പെടാണ്, ഇന്ത്യ ഇത് നടന്ന സംഭവമാണ്, ഇത് ഗുജറാത്ത് കലാപത്തിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ആൾ ഡീറ്റെയിൽ ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നമ്മൾ വായിച്ചു. മോഹൻലാൽ ഇതിൻ്റെ സ്ക്രിപ്റ്റ് വായിച്ചിട്ടില്ല, അത് പൊട്ടണ. മോഹൻലാലിനൊക്കെ ഇത് വ്യക്തമായി വായിച്ചിട്ടുണ്ടെന്ന് ആൻ്റണി പെരുമ്പാവൂർ പറയുണ്ടായി. അപ്പോൾ അവരുണ്ടായ സംഭവം ഒരു സിനിമയാക്കുന്നു, അതിൽ എന്തിനാണ് ഇത്ര ഇത്. അപ്പോൾ മേജർ രവിയെ അതിലും ആൾ രണ്ടറ്റത്ത് ചാടി. ഇവിടെ വന്ന് നല്ല പടത്ത് പൃഥ്വിരാജിന് മാത്രം ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് അപ്പുറത്ത് പോയിട്ട് ഇത് ദേശവിരുദ്ധ സിനിമ എന്നൊക്കെ പറഞ്ഞിട്ട് വേറെ ഇതിൽ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതിങ്ങനെ ഭയങ്കര ശാന്തിവിള ദിനേശ് ഇങ്ങനെ ആക്രമണം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് മേജർ രവിക്ക്. പക്ഷേ മേജർ രവി ഇതിന് മിണ്ടിയിട്ടില്ല, പ്രതികരിച്ച് കണ്ടിട്ടില്ല. എന്താണെന്നറിയില്ല, എന്തുകൊണ്ടാണെന്ന് അറിയില്ല. ഇപ്പോൾ ശാന്തിവിള ദിനേശ് ആണെങ്കിൽ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഇടപെടുകയും ഇൻ്റർവ്യൂവിൽ സംസാരിക്കണം ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കണം ഞങ്ങൾ കേട്ടിട്ടുണ്ട്. പണ്ട് ഷൈനികത്തിൻ്റെ വിഷയങ്ങളൊക്കെ സംസാരിച്ച ഇൻ്റർവ്യൂ ഉണ്ട്, അത് കേട്ട് ചിരിച്ച് മട്ടിയുണ്ട്. അതുപോലെ ഏത് സംഭവങ്ങൾ വരുന്ന സമയത്തും ആൾ ഇൻ്റർവ്യൂ ചാനലിൽ വന്നു കഴിഞ്ഞാൽ അത് യൂട്യൂബ് ചാനലാണ് കൂടുതൽ ഞാൻ കണ്ടിട്ടുള്ളത്. ആ ചാനലിൽ ഇരുന്നിട്ട് അതിനെക്കുറിച്ച് പറയുന്ന സംഭവം കേട്ടു. ഷൈനികത്തിൻ്റെ കേസും പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഒരുപാട് ആൾക്കാരെ വരും, ഓരോരുത്തർ എടുത്ത് പറഞ്ഞ് ഒരുപാടുണ്ട്. അപ്പോൾ ഇപ്പോൾ പറയുന്നത് വെച്ചാൽ മേജർ രവി ആയതുകൊണ്ടാണ്. മേജർ രവി എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല? ശാന്തിവിള ദിനേശ് ഇത്രയൊക്കെ പറഞ്ഞിട്ട് ഉണ്ണിമുകുന്ദനെ ഇടി കിട്ടി, കാറിൻ്റെ മുകളിലേക്ക് തെറിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല? അതാണ് ചോദ്യം. അപ്പോൾ ആൾ ഇതുവരെ പ്രതികരിച്ച് കണ്ടില്ല. ഒരു വാർത്തയാവേണ്ട സംഭവമാണ്, ഇനി പ്രതികരിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല കേട്ടോ. അപ്പോൾ ഇത് കണ്ട സമയത്ത് ഒരു വീഡിയോ ആക്കാൻ തോന്നി, എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല? ശാന്തിവിള ദിനേശ് അത്ര വലിയ സംഭവമാണ്, പ്രതികരണത്തിനായിട്ട് വെയിറ്റ്.